എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പതഞ്ജലി യോഗാസനത്തിലെ നാഡീശുദ്ധി പ്രാണായാമം നമ്മുടെ മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടാനും ടെൻഷൻ കുറയ്ക്കാനും പഠനത്തിൽ മികവ് പുലർത്താനും ഓർമ്മ ശക്തി കൂട്ടാനും എല്ലാത്തിനും ഈ ഒരു അനുലോമ വിലോമ പ്രാണായാമം അല്ലെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമം വളരെ സഹായകരമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സുഖാസനത്തിലിരിക്കുക. സുഖാസനം തന്നെ നമുക്ക് ഒരു സ്ട്രെയിനോ വേദനയോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ ചമ്രം പണിഞ്ഞിരിക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ വജ്രാസനം എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കാം. അത് കാലിങ്ങനെയാണ് ഇരിക്കേണ്ടത്. നട്ടിൽ നിവർന്നിരിക്കുക. നട്ടിൽ നിവർന്നിരുന്നിട്ട് ഈ രീതിയിൽ, ഇതാണ് വജ്രാസനം. പേര് പോലെ തന്നെ ശരീരം വജ്രം പോലെ ആവാൻ വേണ്ടി നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ആസനം കൂടിയാണ് വജ്രാസനം. വജ്രാസനത്തിൽ ഇരിക്കാൻ പറ്റുകയാണ് നല്ലത്. അല്ലെങ്കിൽ സുഖമായിട്ടുള്ള ഒരു ആസനത്തിലിരിക്കുക, ഇരിപ്പിലിരിക്കുക. കൈ ഈ ഒരു മുദ്രയിൽ പിടിക്കുക. എന്നിട്ട് വലത് കൈ ഉപയോഗിച്ച് ഈ രണ്ട് വിരൽ മടക്കി പിടിച്ച് മോതിര വിരലും തള്ളവിരലും ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. തള്ളവിരൽ ഉപയോഗിച്ച് വലത്തെ മൂക്ക് പൊത്തിപ്പിടിക്കുന്നു. ഇടത്തെ മൂക്കിലൂടെ ശ്വാസം സാവധാനത്തിൽ വലിക്കുക. കുറച്ച് സമയം ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ്. പിന്നെ ഇടത് മൂക്ക് അമർത്തി പിടിക്കുക. വലത് മൂക്കിലൂടെ ശ്വാസം സാവകാശത്തിൽ പുറത്തോട്ട്. ഇനി വലത് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക്. ഹോൾഡ്. ഔട്ട്. ഇൻ. ഹോൾഡ്. ഔട്ട്. ഇൻ. ഹോൾഡ്. out, in, hold, out, in, hold, out, in, hold, out. ഈ രീതിയിൽ ഒരു 10 പ്രാവശ്യം ചെയ്യുക. വീണ്ടും ഒരു ഗ്യാപ്പ് ഇട്ട് വീണ്ടും 10 പ്രാവശ്യം ചെയ്യുക. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും 10 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ 30 എണ്ണം ആണ് ചെയ്യേണ്ടത്. ഇനി അതിൽ 5, 5, 5 ചെയ്താൽ മതി. അപ്പോൾ ഇത് ശ്വാസം വലിക്കുന്നതിനും ശരിക്കും പറഞ്ഞാൽ ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം ഹോൾഡ് ചെയ്ത്, അങ്ങനെ അല്ല, കുറച്ച് അതിൻ്റെ പകുതി സമയം ഹോൾഡ് ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടി വലിക്കുന്നതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് സാവധാനത്തിൽ പുറത്തേക്ക്. അതാണ് അതിൻ്റെ ഒരു രീതി. അത് ആദ്യം വലിക്കുന്നത് സാവകാശത്തിലാണ് വലിക്കേണ്ടത്. ഒരു 5, 6, 8 വരെ എണ്ണുന്ന സമയമുണ്ട്. അപ്പോൾ ആദ്യം അത്രയൊന്നും വലിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് 4 വരെ. അപ്പോൾ ആദ്യം അതിലൊന്നും ശ്രദ്ധിക്കണമെന്നില്ല. സാവകാശത്തിൽ ശ്വാസം വലിക്കുക, ഒരു 5-6 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, സാവകാശത്തിൽ പുറത്തേക്ക് വിടുക. ഈ ഒരു നോർമലായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇനി കൈ ഇങ്ങനെ മുദ്ര പിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൈ ഫ്രീ ആയിട്ട് ഇതിൽ റെസ്റ്റ് ചെയ്താൽ മതി. ഇങ്ങനെ കൈ വെറുതെ വെക്കുക, ഈ കൈ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് വേണം. ഇൻഹൈൽ ചെയ്യുമ്പോൾ, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നല്ല ചിന്തകളും ശുഭാപ്തി വിശ്വാസങ്ങളും പോസിറ്റീവായ കാര്യങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക്, മനസ്സിലേക്ക് കയറുന്നു സങ്കല്പിക്കുക. പിന്നെ എക്സൈൽ ചെയ്യുമ്പോൾ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഇതിലുള്ള ദുഷ്ചിന്തകൾ, വെറുപ്പ്, അസൂയ, കുനിട്ട് പോലെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നത് ചെറിയൊരു മന്ദസ്മിതത്തിൽ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ മറയേണ്ട വെച്ചിട്ടാണ് കൈ എടുത്തത്. കൈ എടുക്കാതെ ട്രസ്റ്റ് ചെയ്യാം. കൈ ഇങ്ങനെ പിടിക്കുക.
ഇതൊന്ന് ഇടത്തേത് ചന്ദ്രനാഡിയും വലത്തേത് സൂര്യനാഡിയുമാണ് പ്രചോദിപ്പിക്കുന്നത്. അപ്പോൾ സൂര്യചന്ദ്രന്മാർ നമ്മുടെ ഈ ഗ്രഹങ്ങളുമായിട്ട് നമ്മുടെ മനസ്സിന് ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതാണ് വാവൊക്കെയുള്ള സമയത്ത് ഈ മനോരോഗങ്ങളൊക്കെ പ്രശ്നം വരിക, ശ്വാസം മുട്ടലൊക്കെ കൂടുക, കുറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലും ചെയ്തു നോക്കുക. ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ അതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കൂടാനും. അപ്പോൾ നമ്മളെ ഈ ലങ്സിന് വേണ്ട ശ്വാസം എടുക്കുന്നതിൻ്റെ കപ്പാസിറ്റിൻ്റെ പകുതിയൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് വൈറ്റൽ ഈ കപ്പാസിറ്റി കൂടാനൊക്കെ ഏറ്റവും നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളതിൽ ശ്വാസം ഫുള്ളാവും. അപ്പോൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്യുമ്പം അത് ആ കപ്പാസിറ്റി കൂടും. ഈ കോവിഡിന് ശേഷം നമ്മളെ വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ പരമാവധി കുറവാണെന്നുള്ളതാണ് ഒരു കണ്ടെത്തലുള്ളത്. അപ്പോൾ അത് കൂട്ടാനൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പം ശ്രമിച്ചു നോക്കുക. ഓക്കെ, അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, അതുവരെ നമസ്കാരം. ഓക്കെ.